ഓക്കെ അല്ലേ? തൽക്കാലം നമുക്ക് ഈ പ്രമദവനത്തോടു കൂടി നമുക്ക് കൂടെ ആരംഭിക്കാം. അതല്ലേ നല്ലത്? എല്ലാരും നല്ല ടൈറ്റ് റിഹേഴ്സൽ ആയിരിക്കണം. എനിക്കൊരു കാര്യം പറയാനുണ്ട്. തബലയുടെ ശബ്ദം വെളിയിലോട്ട് കേൾക്കുന്നില്ല. തബലയ്ക്ക് പൗഡർ ഇട്ടില്ലായിരുന്നു. പൗഡർ മാത്രം ആക്കണ്ട, കണ്ണു എഴുതി പൊട്ടും തൊട്ട് ലിപ്സ്റ്റിക്കും തേച്ച് റോഡിലോട്ട് അങ്ങ് ഇറക്കി വിട്. 10 പേര് കാണട്ടെ. 10 ലൈൻ വീണ് കഴിയുമ്പോൾ നിനക്ക് സ്ത്രീധനത്തിന് അപ്പം വലിയ നഷ്ടം ഉണ്ടാകത്തില്ല. ഇവിടെ ഒറ്റ ഒരുത്തിനും ഒരു ആത്മാർത്ഥത ഇല്ല, അതാണ് പ്രശ്നം. സാറേ, ആത്മാർത്ഥത ഇല്ലെന്ന് മാത്രം പറയരുത് കേട്ടോ. ഈ ഗിത്താറിന്റെ സ്റ്റഡ് പോയിട്ട് എന്റെ തള്ളവരെല്ലാം നഖം ഞാൻ പിഴുതെടുത്തിട്ടാണ് ഞാൻ ഇത് വായിക്കുന്നത്, അറിയാവോ? അത്രയ്ക്ക് ആത്മാർത്ഥതയുണ്ട് നമുക്ക്. ലോകത്ത് ഒരു ഗിറ്റാറിസ്റ്റ് ഇതുപോലെ ഒരു ആത്മാർത്ഥത കാണിക്കത്തില്ല. അല്ല, നീ ചിരിക്കണ്ട. നിന്റെ ഫ്ലൂട്ടിൽ നിന്ന് സൗണ്ട് വെളിയിലോട്ട് വരുന്നില്ല. അതെന്താ പറ്റി? നീ ഇത് വായിക്കുവാണോ? ഇതിന്റെ ശബ്ദം വെളിയിലോട്ടൊന്ന് കേൾപ്പിക്കടാ. എന്റെ സാറേ, ഞാൻ കറക്റ്റ് സമയത്ത് വായിച്ചേണ്. ഏത് കറക്റ്റ് സമയം വായിച്ചത്? എന്നാ ഇത് വെളിയിൽ കേൾക്കണ്ടേ? ഇത് അയ്യോ, ഇത് ശബ്ദം വെളി കേൾക്കുന്നില്ല. ഇതെന്തോ ഫ്ലൂട്ടാണ്. ആ, കൊള്ളാം. കണ്ട ഇതാണോടാ ഫ്ലൂട്ട്? നീ ആദ്യം കണ്ണാശുപത്രി പോയി നിന്റെ കണ്ണൊന്ന് ടെസ്റ്റ് ചെയ്യേ. ഇതെന്റെ പെണ്ണുമ്പിള്ള അടുപ്പിൽ ഊതുന്ന കുഴലാണിത്. എന്താ പറയാ, ഞാനിവിടെ നേരത്തെ ചേച്ചി ഇവിടെ വന്ന് നിൽപ്പുണ്ടായിരുന്നു ഒരു കുഴൽ പോയിട്ട്. അടുപ്പിക്കൂടെ ദേവരാഗം വായിക്കുന്നവള്. ലതേ, ഇങ്ങോട്ട് വന്നടി. എന്തായിട്ടാ എന്തിനാ കിടന്ന് വെള്ളം വെക്കുന്നേ? നീ എന്താ വെച്ചാ ഈ അടുപ്പിൽ ഊതിയത്? ഈ കുഴല് വെച്ചിട്ട്. എന്താ കുഴല്? ഇതെന്തോന്നറിയാമോ? ഇത് ഫ്ലൂട്ടാണ്, അവൻ വായിക്കേണ്ടതാണ്. നീ അടുപ്പിക്കൊണ്ട് ഊതിയത്. അയ്യോ, ചുമ്മാതല്ല. ഞാൻ ഇത് വെച്ച് ഓടുമ്പോ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ കാറ്റ് പോവാ. തീ ഊതി 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 ഞാൻ പണ്ടാരം തുടങ്ങി. ഞാൻ സാറിന്റെ പറഞ്ഞ സാറിന്റെ വീട്ടിൽ വെച്ചുള്ള റിഹേഴ്സൽ വേണ്ടെന്ന്. അയ്യോ, റിഹേഴ്സൽ ഇവിടെ വെച്ച് നടക്കുന്നുണ്ട്. നിങ്ങളൊക്കെ ഉന്നെന്ന് അല്ലെങ്കിൽ കാണാറുന്ന്. ഇവിടെ റിഹേഴ്സൽ നടക്കുന്നുണ്ട്. എനിക്ക് കടയിലെ എനിക്ക് എത്ര ലക്ഷം രൂപയാണോ കടമെന്നറിയാമോ? ഇതിന്റെയൊക്കെ തീറ്റി കാരണം. ചെറിയ റിക്വസ്റ്റ് ഉണ്ട്. എന്തോ റിക്വസ്റ്റ്? ഞാൻ ഈ തബലേന്ന് മാറിയിട്ടേ മലയാള ചലച്ചിത്ര ഗാനത്തിലോട്ട് ഒരു പിടി പിടിച്ചാലോ ആലോചിക്കുക. ഇത് ഉരുട്ടി പിടിക്കുമല്ല, ഇത് മലയാള ഗാനശേഖരയിലോട്ട് കയറി പിടിക്കാൻ. മനസ്സിലായോ? അല്ല, എനിക്കൊന്ന് ഒരു മലയാള സിംഗർക്ക് എന്താണ് വേണ്ടത്? അഡ്വാൻസ് ആണോ? ഒറ്റ കീറിയാൻ വെച്ചേരും. ബേസ് ആണ്, ബേസുള്ള ശബ്ദമാണ് വേണ്ടത്. നീ പാടിയാൽ ശരിയാവുമോ? നിനക്കറിയോ, ഈ പോലീസ് ഓർക്കസ്ട്രയിൽ മലയാളം പാട്ട് പാടാൻ ഈ ചന്ദ്രശേഖരൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ. നീ പാടിയാൽ ശരിയാവുമെന്ന് ഞാൻ നോക്കട്ടെ. നീ ഒരു 2 വരി പാടിക്കേ. ഇതാണോടാ ബേസ് സൗണ്ട്? ഇതൊരുമാതിരി സ്റ്റീൽ പാത്രത്തിൽ കല്ല് വരി എറിയുന്ന പോലാണല്ലോ ഇതിന്റെ ശബ്ദം. നിനക്ക് ബേസ് ഇല്ല, മനസ്സിലായോ? തബല തന്നെ വായിക്കാം. തബല വായിച്ചാൽ മതി, അതാണ് നല്ലത്. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. ഞാൻ ഒരു തമിഴ് പാട്ട് നോക്കാം. എന്താ? ഓക്കെ അല്ലേ? ഓർക്കസ്ട്ര റെഡി? പക്ക? മാറാൻ ശൃംഗാരവേലൻ ഇപ്പൊ ശൃംഗരിച്ച് അങ്ങ് കയറി പോകാനുള്ള നീ കടൽ കിടന്ന്. ഇനി എന്തിനാ ഇവിടെ വന്നു? റിഹേഴ്സലിന് വന്നാണോ? ഇന്ന് പ്രോഗ്രാം ഉള്ളതാണെന്ന് അറിയാമോ? മര്യാദക്ക് പാടാമെന്ന്. റെഡി അല്ലേ? 1 2 3 1 2 3 1 2 3 4. ശങ്കര ശൃംഗാര. അയ്യോ ആരേലും ഒരു ഗ്ലാസ് വെള്ളം എടുത്തോളൂ. എന്താ പറ്റിയത്? എന്റെ പൊന്നു സാറാ, ഇതൊന്നും നോക്കരുത്. അവന് ശ്വാസം കിട്ടുന്നില്ല. കൃത്രിമ ശ്വാസം കൊടുക്കും സാറേ. പിന്നെ കൃത്രിമ ശ്വാസം കൊടുക്കാൻ തമന്നയല്ലയോ കിടക്കുന്നത്? ആ പൊന്നും കൊടുത്തിട്ടുണ്ടെ ഞാൻ പോയി എന്നിട്ട് പടാവിടുന്ന സാറേ, എന്തെങ്കിലും ചെയ്യ് സാറേ. ഞാൻ വേണേ അവന്റെ നെഞ്ചത്തൊന്ന് ഇത് ചെയ്യാം, പ്രസ് ചെയ്യാം. വാരിയിലെ പൊട്ടൽ. ആരാടാ നിന്റെ കൊലുസ് എടുത്തോണ്ട് പോയ? കുലുസ പാട്ട് പഠിച്ചോട്ട് വരാൻ ആദ്യമേ ഞാൻ പറഞ്ഞു ആലോചിച്ച് പറഞ്ഞോന്ന്. എടാ, ആവുന്ന പാട്ടൊക്കെ പാടിയാ പോരെ? നിനക്ക് വല്ല തുമ്പി വാ തുമ്പിക്കുടത്തിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കിലി കിലിക്കാൻ പെട്ടി ചിങ്ങണി അങ്ങനത്തെ പാട്ട് എടുത്താൽ പോരെ? ഈ എടുക്കാൻ പോകാത്ത പാട്ട് പാടിയിട്ടല്ല നീ ബോധം കെട്ട് വീണത്. നിന്നോട് ഈ ലിസ്റ്റ് പറഞ്ഞത് നിന്നോട് ഞാൻ തന്നെ ഒക്കത്തെക്കുന്നു തോന്നുന്നത്. അല്ല സാറേ, അത് ഒരു പാട്ടും കൂടെ. ഏത് പാട്ട്? പറയ. നീ പാടണ്ട. ഓ
ആ നമസ്കാരം. ആ നിങ്ങൾ കാത്തിരിക്കായിരുന്നു ഞാൻ. പ്രോഗ്രാം ചെയ്തിട്ട് മനസ്സിലായി. മനസ്സിലായില്ലേ? ആ, പ്രസ്കോ രാജു. ആ എന്താണ് നമ്മുടെ കരവള പറഞ്ഞ മനസ്സിലായി. ഞങ്ങള് പ്രാക്ടീസിലാണ്. ആ അതെ സമയത്തിന് എത്ര അവിടെ എങ്ങനെ സെറ്റപ്പ് ഓക്കെ അല്ലേ? ആ പിന്നെ ഞാൻ എഗ്രിമെന്റ് തരാൻ വിട്ടുപോയി. ആ, അതെ. ഞാൻ അങ്ങോട്ട് എത്തിക്കോളാം കേട്ടോ. ഞാൻ പറഞ്ഞെന്താണെന്നറിയോ, നിങ്ങൾ നോക്കിയിട്ട് നമുക്ക് ആ റൂട്ട് അറിയത്തില്ലായിരുന്നു. ആ അതാണ് ഞാൻ എഗ്രിമെന്റ് ആയിട്ട് ഞാൻ വന്നതാണ്. തിരുവനന്തപുരത്തു നിന്ന് 15 കിലോമീറ്റർ അപ്പുറം പാങ്ങോട്. എന്താ സാറേ? പാങ്ങോട് മിലിറ്ററി ക്യാമ്പ്. അങ്ങോട്ട് മിലിറ്ററി ക്യാമ്പിലേത്ത ഒരു പ്രോഗ്രാം. നിന്നോട് ആര് പറഞ്ഞു അവിടെ പരിപാടി ബുക്ക് ചെയ്യാൻ? സാറ് ഇന്ന് റിപ്പബ്ലിക് ഡേ അല്ലേ? എന്താ റിപ്പബ്ലിക്കാന്ന്? റിപ്പബ്ലിക് ഡേ ഫംഗ്ഷൻ ആയിട്ട് അവിടെ 10-25,000 മിലിറ്ററിക്കാരെ വന്നിറങ്ങിക്കണത്. അവരുടെ മുമ്പിലേ ഇന്ന് ഗാനമേള നിൽക്കണേ. അതുകൊണ്ടല്ലേ ഞാൻ വരത്തില്ലെന്ന് പറഞ്ഞത്. എന്തേത് എനിക്ക് വരാൻ പറ്റില്ല. കാര്യം എന്താണ്? അപ്പൊ അതങ്ങനെയാണ്, ചില പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? നിന്നോട് ആര് പറഞ്ഞു ആ മിലിറ്ററി ക്യാമ്പിലൊക്കെ പോയി പരിപാടി ബുക്ക് ചെയ്യാൻ? ആര് പറഞ്ഞു നിന്നോട്? സാറേ മിലിറ്ററി ക്യാമ്പിൽ ഗാനമേള നടത്തുക എന്ന് പറഞ്ഞാൽ അത് പോലീസുകാരുടെ അടിപൊളിയല്ലേ? അതാണ് പോലീസുകാരായതുകൊണ്ടാണ് പ്രശ്നം. എന്താണ് സംഭവം എന്ന് പറഞ്ഞില്ലയോ, ഈയിടെ പോലീസുകാരും പട്ടാളക്കാരുമായിട്ട് ചെറിയൊരു കശപിശ ഉണ്ടായി. ഞാൻ ചെന്ന് കയറി കൊടുത്താൽ അവന്മാര് ആ വാശി തീർക്കും. എന്റെ സാറ് ഈ പ്രോഗ്രാം ബുക്ക് ചെയ്യുമ്പോ ഈ കശപിശ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇല്ലായിരുന്നു. അതിന് ശേഷമല്ലേ ഇതുണ്ടായത്. അപ്പൊ ഇനി അതൊന്നും നോക്കണ്ട, നിങ്ങൾ പോയി പരിപാടി അവതരിപ്പിക്കും എന്ന് പറഞ്ഞാൽ എനിക്ക് പറ്റത്തില്ല. എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് സാറേ? എന്താണ് പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെന്നില്ലെങ്കിൽ ആ വിഷയം ഉണ്ടാവുന്നത്. പട്ടാളക്കാരിങ്ങ് വരും. ഓ പിന്നെ ആ പട്ടാളക്കാർ ഇങ്ങോട്ടൊന്നും വരുത്തൊന്നുമില്ല. ആര് പറഞ്ഞേ? ഇങ്ങോട്ട് വരത്തില്ല. എന്റെ സാറേ സാറിന് പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോ മരിക്കണം എന്നല്ല ആഗ്രഹം. അതെ, ഇപ്പൊ എനിക്ക് സ്റ്റേജിൽ കിടന്ന് തൊണ്ട പൊട്ടി പാടി മരിക്കണം എന്നല്ല ആഗ്രഹം. അതാണ് ആഗ്രഹം. ഇതിന് ചെന്നില്ലെങ്കിൽ സാറിന് മാത്രമല്ല എനിക്കും പണിയാണ്. അവരെന്നെ കൊല്ലും. പിന്നെ അതുകൊണ്ട് എന്ത് വന്നാലും ഇന്ന് അവിടെ പ്രോഗ്രാം ചെയ്തിരിക്കണം. ചേട്ടാ ചുമ്മാ ഇങ്ങനെ നടന്ന് കളിക്കാതെ പെട്ടി എടുത്ത് വെച്ചേക്കുന്ന പോ. പെട്ടി എവിടെ? പെട്ടി അകത്തുണ്ട്. ഇവിടുന്ന് ഞാൻ പെട്ടിയും തൂക്കി അങ്ങോട്ട് പോകും, അവരെന്നെ ഇങ്ങോട്ട് പെട്ടിയിലാക്കി വിടും. പറയാനെന്താ പറയാ, ഇത് കരക്കൂടെ വയ്യ സാറേ ഇത് വെള്ളം. കളിക്കേണ്ട സംഗതിയല്ലട്ടാ. എന്ത്? സാറ് അങ്ങോട്ട് ചെന്നില്ലേ അവര് സാറിനെ തിരക്കി ഇങ്ങോട്ട് വരും. എന്റെ പൊന്നെ ഏട്ടാ, ഏതോ ഒരു പട്ടാളക്കാര് ഏതോ ഒരു പോലീസുകാരനുമായിട്ട് വഴക്കുണ്ടാക്കിയെന്ന് പറഞ്ഞ് നിങ്ങൾ ഇങ്ങനെ പേടിക്കേണ്ട കാര്യം വല്ലതും ഉണ്ടോ? സാറ് തമാശ കളിക്കല്ലേ, അവര് സാറിനെ തിരക്കി ഇങ്ങോട്ട് വരുമെന്ന്. ഞാൻ പോവില്ലെന്ന് വെച്ചാൽ ഞാൻ പോവില്ല. ഇവിടെ ആരുമില്ലേ? ആരാ അത്? ആ മേജർ മഹാദേവൻ. ചേട്ടാ, എവിടെയെങ്കിലും പോയി വിളിച്ചു. സാറല്ലേ? ഇല്ല, എന്തായിരുന്നു? ഞങ്ങള് മേജർ മഹാദേവ ക്ഷേത്രത്തിൽ നിന്ന് വരികയാണേ. ആണല്ലേ? ഒരു മിനിറ്റ് ചേട്ടോ, മേജർ മഹാദേവ ക്ഷേത്രത്തിൽ നിന്നാ വന്നേക്കുന്നേ. താനൊക്കെ എന്തോ പരിപാടിയാണ് കാണിക്കുന്നത്? മനുഷ്യനെ തീ തെറ്റിച്ച് കൊല്ലാനാണോ വന്നത്? ഇത് സാറേ മേജർ മഹാദേവ ക്ഷേത്രത്തിൽ എന്തോ ക്ഷേത്രത്തിൽ നിന്ന് വന്നെന്ന് പറഞ്ഞാൽ പോരെ? തീർച്ചയല്ലേ ഇത്? ഉത്സവം അടുത്ത സാറേ. ടെൻഷൻ അടിപ്പിച്ച കൊല്ലുവാണല്ലോ താൻ. അല്ല സാറേ, ഉത്സവം അടുത്തല്ലോ. അപ്പൊ സാറ് പറഞ്ഞ സംഭാവന കിട്ടുകയാണെങ്കിലേ. എന്തോ സംഭാവന? സാധാരണ ഞാൻ അങ്ങോട്ടല്ലേ സംഭാവന കൊണ്ട് തരാറുള്ളത്. പിന്നെ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? എന്നെ തീ തെറ്റിച്ച് കൊല്ലണം, അതാണ് എല്ലാവരുടെയും ലക്ഷ്യം. സാറിന് ഇവിടെ പ്രോഗ്രാം മിലിറ്ററി ക്യാമ്പിൽ എന്നെ ഓർമ്മിപ്പിക്കരുത്, എന്നെ ഓർമ്മിപ്പിക്കരുത്. സാറേ നല്ല പബ്ലിസിറ്റി ഇവരൊക്കെ അറിഞ്ഞിട്ടുണ്ട് കാര്യങ്ങള്. നിങ്ങൾ പറഞ്ഞു അത്. അതാ ഞങ്ങൾ ഇന്ന് തന്നെ വന്നത്. അതെന്തിനാ ഇന്ന് തന്നെ വന്നത്? അല്ല ഇനിയിപ്പോ ഒരു കാര്യം ചെയ്യും, ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് കൊണ്ടുതരാം. സാറേ ഇല്ല അതങ്ങനെ ശരിയാവും സാറേ. സാറേ 6-ാം ദിവസം ആകുമ്പോ സഞ്ചയനമൊക്കെ ആവൂലേ? അതെ, സഞ്ജയനൊക്കെ ആണെങ്കിൽ എനിക്ക് ഭയങ്കര സങ്കടമായിരിക്കും. പിന്നെ നമ്മളൊരു വീട്ടിൽ വന്ന ഞാൻ ഭയങ്കര കരച്ചിലും ബഹളമൊക്കെ ആയിരിക്കും. സാറേ അതെങ്ങനെ സാറേ നമ്മൾ ചോദിക്കുന്ന ഒരു സഞ്ചാര വീട്ടിൽ വന്ന് നമ്മൾ പിരിവൊക്കെ ചോദിക്കാന്ന് പറയുമ്പോ മോശമല്ലേ സാറേ? പേടിപ്പിക്കാതെ പോ ചേട്ടാ. കാശ് സാറ് വീട്ടിൽ കൊണ്ടുതരും. ഞാൻ എങ്ങനെയെങ്കിലും ഈ പ്രോഗ്രാം ഒന്ന് നടത്തിക്കോട്ടെ. സാറേ ഞാൻ വീട് കൊണ്ടുതരാറുണ്ട് പോടുന്നു. അപ്പൊ എല്ലാവരും അറിഞ്ഞുകൊണ്ടുള്ള പ്ലാനിങ് ആയിരുന്നു, ഞാൻ മാത്രമേ ഇതൊന്നും അറിഞ്ഞിട്ടില്ല. ഹലോ ഇതിനൊക്കെ അങ്ങ് തരും. സാറേ ഇതിന് എന്തെങ്കിലും ഒരു തീരുമാനം അമ്മ, ഉണ്ടാകണം. അമ്മ പിന്നെ അമ്മയ്ക്ക് ചേട്ടനെ ഒന്ന് കാണണമെങ്കിൽ പെട്ടെന്ന് വരണം കേട്ടോ. പിന്നെ കണ്ടില്ല കേട്ടില്ല എന്നൊന്നും പറയരുത്. ആ മിലിറ്ററി ക്യാമ്പിലാണ് ഇന്ന് പരിപാടി. പിന്നെ അത് തന്നെയല്ല, അനിയന്മാരോടൊന്ന് പറയണേ വന്ന് കാണാനേ. അമ്മ ആ ഷേർലിയോടൊന്ന് പറയണേ ഒരു വെള്ളസാരി ഒന്ന് കറക്റ്റാക്കി വെക്കാൻ പറയണേ. എനിക്കാണെങ്കിൽ ഈ ഓയിൽ സാരി പറ്റത്തില്ല അമ്മ, കോട്ടൺ സാരി തന്നെ വേണം കേട്ടോ. ഒന്ന് പറ. ശരി അമ്മയ്ക്ക് കാണണമെങ്കിൽ വേഗം വാ. വിധവ പെൻഷൻ മേടിക്കാൻ കൈ ചൊറിയുന്നില്ലേ? ചേട്ടാ പോണ ഒരു പരിപാടി ഏറ്റു കഴിഞ്ഞാൽ നമ്മൾ പോണം. ഒരു കാര്യം ചെയ്യും, ചേട്ടന് പോവാൻ മടിയല്ലേ? ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. അതിനുള്ള ഇത് എന്റെ കയ്യിലുണ്ടല്ലോ. എന്തോ കാണിച്ചു തരാന്നാ പറഞ്ഞത്? തമാശ കളിയല്ലത്തെ സാറേ. ഒരു കാര്യം ചെയ്യൂ, എന്റെ പേജന്റെ ഒന്ന് മാറ്റിക്കേ. ഇതെന്തിനാണ് എന്റെ നെഞ്ചത്ത് വെച്ച് ചോറ് വിളമ്പാ പോകണം? അല്ലല്ല, ഇങ്ങോട്ട് കേറ്റി ചേട്ടാ. പിടിച്ചോ. ഇതെന്തിനാണ് ഇങ്ങനെ വെക്കുന്നത്? ഇത് ഇങ്ങനെ വെച്ചിട്ട് ഷർട്ട് ബട്ടൺസ് അങ്ങ് ഇടണം. ഇനി ഒരൊറ്റ ബുള്ളറ്റ് ചേട്ടന്റെ നെഞ്ചത്ത് കൊള്ളത്തില്ല. ബുള്ളറ്റ് പ്രൂഫ് ഇതാ കൂട്ടാൻ പാത്രം എടുത്ത് നെഞ്ചത്ത് വെച്ചത് ബുള്ളറ്റ് പ്രൂഫ്. എടുത്താൽ പണി കിടന്നു മനുഷ്യനെ മെനക്കെടുത്താൽ. എനിക്ക് ഒരു കാര്യം ചെയ്യ ഏജന്റെ,
ഇന്ന് എനിക്ക് വരാൻ പറ്റത്തില്ല, എനിക്ക് എന്തെങ്കിലും അസുഖമാണെന്ന് താനൊന്ന് വിളിച്ചു പറ അവരോട്. സാറേ ഞാൻ പറയില്ല സാറേ, ഞാൻ അവരെ വിളിക്കില്ല, അത് ശരിയാവൂല. അല്ല താൻ ചെന്ന് പറ. ഞാൻ ചെന്ന അവരെന്നെ കൊന്നുകളയും, ഞാൻ പോവില്ല. എന്നാ ഒരു കാര്യം ചെയ്യ്, ഫോണിൽ ഒരു മെസ്സേജ് അയക്കേ, മെസ്സേജ് അയക്കേ. സാറേ അത് വേണോ? അവര് പട്ടാളക്കാരാണ്. അതുകൊണ്ടല്ലേ പറഞ്ഞു നമ്മൾ അങ്ങോട്ട് ചെന്ന് പെടാതിരുന്നാ പോരെ, അവരുടെ കൈ ചെന്ന് ചാടുമ്പോഴല്ലേ ഉള്ളൂ കുഴപ്പം. ഒരു മെസ്സേജ് അയച്ചു നോക്ക്. ഞാൻ എന്തെന്ന് പറഞ്ഞ മെസ്സേജ് അയക്കേണ്ടത്? എനിക്ക് എന്തെങ്കിലും അസുഖമാണ്, ഇന്ന് പ്രോഗ്രാമിന് വരാൻ പറ്റില്ല എന്നൊന്ന് അയച്ചു നോക്ക്. അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യാം. സാറിന് വയറ്റിളക്കമാണ്, സാറ് തൂറ്റി മെഴുകി കിടക്കേണ്ടത്. അതൊരു ഇല്ല, ഒരു ഗമയില്ലാത്ത അസുഖമാണ്. പിന്നെ എന്ത് പറയും? ഭയങ്കര നാണക്കേടാണ് അതെനിക്ക്. സാറ് നാണം കെടാനും പറ്റുള്ള കാര്യം നടക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാനാണ്? അത് വേണ്ട, അത് മാറ്റേ, ഞാൻ പറഞ്ഞുതരാം. എനിക്ക് ചിക്കൻ പോക്സ് ആണ് എന്നങ്ങ് പറഞ്ഞാൽ മതി. പകരുന്ന അസുഖമായോണ്ട് അവരൊന്നും അങ്ങോട്ടും അടുപ്പിക്കത്തുമില്ല, അവർ ഇങ്ങോട്ടിട്ട് വരുത്തുമില്ല. സാറേ അവര് വന്ന് കണ്ടു കഴിഞ്ഞാൽ ചിക്കൻ ബോക്സ് ആണെന്ന് സാറിന് തോന്നണ്ടേ? മുഖത്ത് കുരുവൊക്കെ വേണ്ടേ? അതിനൊരു വഴിയുണ്ട്, അവള് കുറ്റിച്ചൂലെടുത്ത് മുഖത്ത് കുത്തിയാ മതി, ആ പാട് വന്നോളൂ. ദേഹം മൊത്തം ആ പാടുണ്ട്, അപ്പൊ പിന്നെ മുഖത്തൂടെ ഇട്ടാ മതിയല്ലോ. എന്തായാലും ഞാൻ പറഞ്ഞു നോക്കാം. ഒരു മെസ്സേജ് അയച്ചു നോക്ക്. അയച്ചു നോക്ക്. എല്ലാവർക്കും പകരുന്നെന്ന് പറയണേ. മിണ്ടല്ലേ? ഇല്ലല്ല. നമസ്കാരം മേജർ സാറേ, ഞാൻ പ്രോഗ്രാം ഏജന്റ് ഫ്രെസ്കോ രാജുവാണേ. അതെ, നമ്മൾ ഇന്ന് അവിടെ ഗാനമേള ഏറ്റിരുന്നല്ലോ. ആ ഗാനമേള നടക്കാനായിട്ട് ചെറിയൊരു അസൗകര്യമുണ്ട്. നമ്മുടെ മലയാളം ഗായകനില്ലേ SI ചന്ദ്രശേഖരൻ സാറ്, അദ്ദേഹത്തിന് ചിക്കൻ ബോക്സ് പിടിച്ച് കിടപ്പിലാണ്. മറ്റു പോലീസുകാർക്കും അത് പടർന്നിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ തിരക്കി ഇങ്ങോട്ട് വരണ്ട, ഇത് മൊത്തം പടരും. അതുകൊണ്ട് ഗാനമേള തൽക്കാലം നടക്കില്ല. എന്റെ കൈയും കാലും പറിച്ചിട്ട് വയ്യ. അതെ ചേട്ടൻ എത്രയോ സ്ഥലത്ത് നിന്ന് ചേട്ടൻ എങ്ങനെ നൈസായിട്ട് എസ്കേപ്പ് ആയിട്ട്. അയ്യോ കോള് വരുന്നു. ഇതവരാണ്. സാറെടുത്ത് പറ, അവരാണ്. മെസ്സേജ് കണ്ടിട്ട് അപ്പം തന്നെ വിളിക്കുന്നതാണ്. സാറെടുത്ത് പറ, എനിക്ക് പറ്റത്തില്ല. ചിക്കൻ ബോക്സ് ആണെന്ന് പറഞ്ഞാൽ മതി. എനിക്ക് പറ്റത്തില്ല, ഞാൻ പറയത്തില്ല, എനിക്ക് വിറയ്ക്കും, ഞാൻ പറയത്തില്ല. അവനെ കൊടുക്കരുത്, മൊത്തം തെറ്റിക്കും, അവനെ കൊടുക്കരുത്. താൻ തന്നെ പറഞ്ഞാൽ എടുക്ക്, താനല്ലേ വോയിസ് അയച്ചാ, താൻ തന്നെ എടുക്ക്. ആ ഹലോ, ആണോ? എന്താ ആരാ എന്താ പറഞ്ഞേ? എന്റെ ചേട്ടാ ചെങ്കിളി തമ്മി കളിക്കാൻ താല്പര്യമുണ്ടോ എന്ന് വിളിച്ചു ചോദിക്കുന്നു. വൃത്തികെട്ടവരെ, ഒന്നാമത് ഞാൻ ചാകാൻ നിൽക്കുമ്പോ പിന്നെ ടെൻഷൻ അടിപ്പിക്കത്തോളാം. പട്ടാളക്കാരായിരുന്നില്ല, കമ്പനി കോളായിരുന്നു. കമ്പനിക്കോള് മനുഷ്യൻ തീ നിന്ന് നിൽക്കുമ്പോഴാണോ നിന്റെ രസഗുള പറഞ്ഞ് രസിക്കല്? ചേട്ടാ എന്തിനാ ഏട്ടാ ഇങ്ങനെ പേടിക്കുന്നത്? ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ മരിക്കേണ്ടവരല്ലേ? ഇന്ന് ഏട്ടൻ, നാളെ ഞാന്, അത്രേ ഉള്ളൂ. നാളെ നീ പോ, ഇന്ന് ഞാൻ പോകത്തില്ല. അത് കൊള്ളാലോ. ചേട്ടൻ എത്രയോ പരിപാടി സ്ഥലത്ത് പരിപാടി പൊളിഞ്ഞ് നാശക്കോടാലിയായിട്ട് ഇവർ എസ്കേപ്പ് ആയിട്ടുണ്ട്. അതുപോലെ എന്തെങ്കിലും ഒരു ഇത് കാണിച്ച് ഇവർക്ക് എസ്കേപ്പ് ആയിക്കൂടെ? നീ എന്തറിഞ്ഞിട്ടായി പറയുന്നത്? കരയിൽ കൂടെ രക്ഷപ്പെടാന്ന് വിചാരിച്ചാൽ കരസേനയുണ്ട്, വെള്ളത്തിൽ കൂടെ രക്ഷപ്പെടാന്ന് വിചാരിച്ചാൽ നാവികസേനയുണ്ട്, ആകാശത്തൂടെ പറന്നെങ്കിലൊക്കെ രക്ഷപ്പെടാന്ന് വിചാരിച്ചാൽ അവിടെ വ്യോമസേനയുണ്ട്. ഞാൻ ഏത് വഴിക്ക് രക്ഷപ്പെടും? ഒന്ന് പറഞ്ഞതാ എനിക്കൊന്ന്. ചേട്ടാ ഇപ്പൊ അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നും ഇല്ല, ധൈര്യമായിട്ട് അങ്ങ് പോണോ അല്ലയോ? എന്താ എന്താന്ന് പട്ടാളം ഇങ്ങോട്ട് വന്നി. അയ്യോ ചേട്ടാ, ചേട്ടാ പേടിക്കണ്ട ഏട്ടാ, ധൈര്യമായിട്ടേക്കേട്ടാ, ധൈര്യമായിട്ടേക്കേട്ടാ, ധൈര്യമായിട്ടേക്ക്. സാറ് ധൈര്യമുണ്ട്, സാറ് നിൽക്കുന്നുണ്ടല്ലേ? അതെ കാര്യം പറ സാറേ. എല്ലാം വെടിവെച്ച് കൊന്നേരെ സാറേ. ചേട്ടാ, ചേട്ടാ, അയ്യോ ചേട്ടാ, അയ്യോ എന്റെ ചേട്ടൻ എന്താ പറ്റി? സാറേ എന്റെ ചേട്ടാ, അയ്യോ ചേട്ടാ, ചേട്ടാ. സാറേ അതെ, മേജർ എന്നോട് പറഞ്ഞു വിട്ടു നിങ്ങൾ എസ്കോർട്ടോട് കൂടി അങ്ങോട്ട് കൊണ്ടുചെല്ലണമെന്ന്. അല്ല ഞാൻ വന്നത്. അല്ല, പുള്ളിക്ക് ഭയങ്കര പേടി. എന്തിന്? അവിടെ വന്ന് പ്രോഗ്രാം അവതരിപ്പിക്കാനായിട്ട്. അതെന്തിനാ പേടിക്കുന്നത്? എന്തിനാണ്? സാറേ എന്തോ ഒരു പ്രശ്നമൊക്കെ ഇവിടെ നടന്നില്ലേ, പോലീസുകാരും പട്ടാളക്കാരും തമ്മില്. അതാണോ സംഭവം? അതുകൊണ്ട് പുള്ളിക്ക് അങ്ങോട്ട് വരാനായിട്ട് പേടിയാണ്. എഴുന്നേക്ക്, എഴുന്നേക്ക്. എഴുന്നേറ്റോ, വേറെ കുഴപ്പമില്ല. എന്നെ വെടിവെച്ചില്ലായിരുന്നു. നിങ്ങളാരും വെടിവെച്ചൊന്നുമില്ല. നിങ്ങൾ എന്താ വിചാരിച്ചത് ഞങ്ങൾ പട്ടാളക്കാർ ഹൃദയമില്ലാത്തവരാണോ? ഞങ്ങൾ പട്ടാളക്കാരുടെ കൂട്ടത്തിലും നല്ല പൊറുക്കാനും ക്ഷമിക്കാനും കഴിവുള്ളവരൊക്കെ ഉണ്ട്.
നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിനോട് ഞങ്ങൾക്ക് പക തീർക്കണമെന്നുണ്ടായിരുന്നെങ്കിൽ വെറും 5 മിനിറ്റ് മതിയായിരുന്നു ഞങ്ങൾക്ക് പക തീർക്കാൻ. പക്ഷെ ഞങ്ങൾ അത് ചെയ്യില്ല. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാളെ ഉപദ്രവിക്കുമ്പോൾ നിങ്ങൾ ഓർക്കണമായിരുന്നു, നിങ്ങൾ നിയമം കാക്കുന്നവരാണെങ്കിൽ ഞങ്ങൾ രാജ്യം കാക്കുന്നവരാണ്. ഓരോ പട്ടാളക്കാരൻ്റെയും ത്യാഗമാണ് ഈ ജനതയുടെ സ്വസ്ഥ ജീവിതം എന്ന് നിങ്ങൾ ഓർക്കണമായിരുന്നു. ഒരു തകരപ്പെട്ടിയുമായിട്ട് ഞങ്ങൾ ബാരിക്കേഡുകളിലേക്ക് കടന്നു പോകുമ്പോൾ ചിലപ്പോൾ തിരിച്ചു വരുന്ന റീത്ത് വെച്ച തടിപ്പെട്ടികളിലായിരിക്കും. എങ്കിലും ആത്മാഭിമാനത്തോടുകൂടി വീരമൃത്യു വരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. കാരണം ഞങ്ങളുടെ നാടിന് വേണ്ടിയാണല്ലോ എന്ന് ഓർക്കുമ്പോഴൊരു സന്തോഷം. ഞങ്ങളുടെ മുന്നിൽ കാണുന്ന ശത്രുവല്ല, പുറകിലുള്ള ഒരു ജനതയാണ് ഞങ്ങളുടെ ബലം. അങ്ങനെയുള്ള ഞങ്ങളുടെ ഒരാളോട് നിങ്ങൾ അങ്ങനെ ചെയ്തല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു ചെറിയ വിഷമം, അത്രേ ഉള്ളൂ ഞങ്ങൾക്ക്. ക്ഷമിക്കണം സാർ, പൊറുക്കാൻ പറ്റാത്ത തെറ്റാണ് ഞങ്ങൾ ചെയ്തതെന്നറിയാം. പക്ഷെ എന്നാലും ഞങ്ങളോട് ക്ഷമിക്കണം. നമ്മളൊക്കെ ഈ രാജ്യത്തിന് വേണ്ടി ജീവിക്കുന്ന ആളുകളല്ലേ. അതെ, വളരെ ആദരപൂർവ്വം ഞങ്ങൾ നൽകുന്ന ഈ സല്യൂട്ട് സാർ സ്നേഹപൂർവ്വം സ്വീകരിക്കണം. കമൺ ബോയ്സ്. നേട്ടങ്ങളുടെയും നിറവുകളുടെയും പുതിയ ആകാശങ്ങൾ നേടി വിജയയാത്ര തുടരുന്ന നമ്മുടെ രാജ്യത്തിൻ്റെ റിപ്പബ്ലിക് എന്ന പരമാധികാര പ്രാപ്തിയുടെ ഈ ഓർമ്മ ദിനത്തിൽ അഭിമാനബോധത്തോടെ ജീവിക്കുവാനും ആശങ്കകളില്ലാതെ ഉറങ്ങുവാനും നമുക്ക് കാവലായി നെഞ്ചിൽ നിതാന്ത ജാഗ്രതയുടെ തീയുറപ്പോടെ അതിരുകാക്കുന്ന ധീര സൈനികർക്ക് കോമഡി മാസ്റ്റേഴ്സിൻ്റെ ബിഗ് സല്യൂട്ട്.